Golden Hour Show on Pravasi Channel, brought to you by South Park Funeral Homes, Cemetery and Crematory. Personal consultation available by appointment. Call Sunil John Kora, the Community Relations Director, for an appointment at 1-813-409-9050. ഈ വലിയ വിജയത്തിന്റെ പിന്നിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ജനങ്ങൾ അത് ഏറ്റെടുത്തു, വളരെ നല്ല ഭൂരിപക്ഷം നൽകി ഞങ്ങളെ വിജയിപ്പിച്ചു. പരിചയസമ്പന്നത, പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങൾ ഒക്കെ ജനങ്ങൾ അംഗീകരിച്ചു എന്നത് തന്നെയാണ്. ഇതെല്ലാമായിരുന്നു നമ്മളുടെ സ്ട്രാറ്റജീസ്. ഇതിന്റെ എല്ലാം ഒരു ആൻസർ, ഒരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ടീം യുണൈറ്റഡിന്റെ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണോ അതോ മാറ്റത്തിന് വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നോ? സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ അച്ചടക്കവും സുതാര്യതയും നിലനിർത്തിയെങ്കിൽ മാത്രമാണ് ജനങ്ങൾക്ക് നമ്മളിലുള്ള വിശ്വാസം ഉണ്ടാവുള്ളൂ. കുടുംബമായിട്ട് മാഗിൽ വന്ന് കുടുംബമായിട്ട് പങ്കെടുത്ത് അത് അടുത്ത തലമുറയ്ക്കും കൂടെ ഒരു പ്രചോദനമായി തീരട്ടെ എന്നാണ്. ദ ഗോൾഡൻ അവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിലൊന്നായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ അഥവാ മാക് ചരിത്രപ്രധാനമായ ഒരു ജനവിധിയിലൂടെയാണ് കടന്നുപോയത്. ഡിസംബർ 13 നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഹ്യൂസ്റ്റണിലെ മലയാളി സമൂഹം മാറ്റത്തിനും വികസനത്തിനും ഒപ്പം നിന്നു എന്ന് നിസ്സംശയം പറയാം. 4600-ലധികം വരുന്ന അംഗങ്ങളിൽ 2300-ലധികം പേർ വന്ന് വോട്ട് രേഖപ്പെടുത്തി 50%-ലധികം പോൾ രേഖപ്പെടുത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ടീം യുണൈറ്റഡ് എന്ന പാനൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ്, ട്രസ്റ്റി ബോർഡ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അങ്ങനെ മത്സരിച്ച എല്ലാ സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് ഇവർ ജയിച്ചത്. 1500-ലധികം വോട്ടുകൾ നേടി എതിർപക്ഷത്തെ ബഹുദൂരം പിന്നിലാക്കിയാണ് ശ്രീ റോയ് സി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. ഈ വലിയ വിജയത്തിന്റെ പിന്നിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ ഈ ഗോൾഡൻ അവറിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രസിഡന്റ് റോയ് സി മാത്യു, സെക്രട്ടറി വിനോദ് ചെറിയാൻ, ട്രഷറർ സുനിൽ തങ്കപ്പൻ, പ്രോഗ്രാം കോർഡിനേറ്റർ അനില സന്ദീപ്, and PRO and IT ഡോക്ടർ സുബിൻ ബാലകൃഷ്ണൻ. ഈ പ്രോഗ്രാമിൽ എന്നോടൊപ്പം അവതാരികയായി ആൻസി സാമുവലും ഒപ്പം. എൻ്റെ ആദ്യത്തെ ചോദ്യം റോയ് സി മാത്യുവിനോടാണ്. ടീം ഹാർമണിക്കെതിരെ എല്ലാ സീറ്റുകളിലും ഇത്ര വലിയ ഭൂരിപക്ഷത്തോടെ, അതായത് പ്രസിഡന്റിന് മാത്രം 600-ലധികം വോട്ടുകളുടെ വലിയ ലീഡ് കിട്ടി. ഈ വിജയം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണോ? ഈ ക്ലീൻ സ്വീപ്പ് നൽകുന്ന സന്ദേശം എന്താണ്? താങ്ക് യു അജു. ഇതൊരു വളരെ നല്ല ചോദ്യമാണ്. കാരണം നമുക്കറിയാം, ഹൂസ്റ്റണിലെ ജനങ്ങൾ ടീം യുണൈറ്റഡിന്റെ ആശയത്തെ പിന്തുണച്ചു എന്നുള്ളതാണ് ഇത് നൽകുന്ന സന്ദേശം. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് ഞാൻ ഹൂസ്റ്റണിൽ എത്തുന്നത് 2015-ലാണ്. അപ്പോൾ ഈ 2015-ന് ശേഷം അന്ന് മുതൽ ഞാൻ മാഗിൽ നിന്നും എല്ലാ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ 2021 ആദ്യമായിട്ട് ഞാൻ ബോർഡിൽ വരികയും ചെയ്തു. അന്ന് ആ ബോർഡിന്റെ പ്രസിഡന്റായിട്ടിരുന്ന ശ്രീ വിനോദ് വാസുദേവൻ എന്നോട് അതിനടുത്ത വർഷം തന്നെ പ്രസിഡന്റ് ആകാനായിട്ട് ആവശ്യപ്പെട്ടതായിരുന്നു. നിങ്ങൾ നിൽക്കണം, നിങ്ങൾ മാഗിന്റെ ഭരണസമിതിയിലേക്ക് മുൻകൈ എടുത്ത് വരണം എന്നോട് ആവശ്യപ്പെട്ടപ്പോഴും പലവിധമായ കാര്യങ്ങളാൽ ഞാനത് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്രാവശ്യവും ഇതുപോലെ നമ്മുടെ ഹൂസ്റ്റണിന്റെ മാഗിനെ സ്നേഹിക്കുന്ന പലരും വന്ന് എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാനതിന് സമ്മതം മൂളുകയാണ് ഉണ്ടായത്. ഫെബ്രുവരിയിൽ തന്നെ ഞാൻ എൻ്റെ കാൻഡിഡസി പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം ഒരു പാനലിനെ തിരഞ്ഞെടുക്കണം എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ തന്നെ മാഗുമായിട്ട് ബന്ധമുള്ള, മാഗിനെ സ്നേഹിക്കുന്ന, എന്നും മാഗിന്റെ മുറ്റത്ത് കാണുന്ന പരിചിത മുഖങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഏതാണ്ട് 8ഓളം പേർ ഇതിനു മുമ്പ് മാഗിന്റെ കമ്മിറ്റിയിൽ ഇരുന്നവരും, അതുപോലെ തന്നെ നമ്മുടെ ഹൂസ്റ്റണിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടേതായ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള മറ്റ് കുറച്ചുപേരെ കൂടി ഉൾപ്പെടുത്തി ഏതാണ്ട് ഒരു 15-അംഗ പാനലിന് ഞങ്ങൾ രൂപം നൽകുകയും ട്രസ്റ്റി ബോർഡ് ഉൾപ്പെടെ 16 പേർ രൂപം നൽകുകയും അവരെ ജനം ഒന്നടങ്കം കൈനീട്ടി സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. നമുക്കറിയാം, ടീം ഹാർമണിയും ഒട്ടും മോശമായിട്ടുള്ള ഒരു പാനലല്ല. അവരും കഴിവുള്ളവരും അതുപോലെ തന്നെ അറിയപ്പെടുന്നവരുമാണ്. പക്ഷെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ജനങ്ങൾ അത് ഏറ്റെടുത്തു,
വളരെ നല്ല ഭൂരിപക്ഷം നൽകി ഞങ്ങളെ വിജയിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വവും വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ഉത്തരവാദിത്വം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം എനിക്ക് വിനോദ് ചെറിയാനുമായിട്ടാണ്, നമ്മുടെ മാഗിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി. ഹ്യൂസ്റ്റണിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് 50%-ലധികമാണ് ഈ തവണ നടന്നത്. 2300-ലധികം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയത് ടീം യുണൈറ്റഡിന്റെ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണോ അതോ മാറ്റത്തിന് വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നോ? തീർച്ചയായും ഞങ്ങളിൽ ജനങ്ങൾ തന്ന വിശ്വാസ്യതയാണ്, ഞങ്ങൾ മുൻപോട്ട് വെച്ച ആശയങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണ് ഞങ്ങളുടെ ഈ വലിയ വിജയം എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ പാനലിലുള്ള മിക്ക ആളുകളും ഇതിനു മുമ്പ് മാഗിന്റെ ബോർഡിൽ പ്രവർത്തിച്ചവരാണ്, പ്രവർത്തന പരിചയമുള്ളവരാണ്. മറ്റുള്ളവരാണെങ്കിൽ പോലും, ആദ്യമായിട്ട് വരുന്ന ആളുകൾ തന്നെയാണെങ്കിൽ പോലും അവർ മറ്റുള്ള മലയാളി സംഘടനകളുടെ നേതൃത്വം വഹിച്ച് അവരുടെ കഴിവുകൾ തെളിയിച്ച ഒരു പറ്റം ആളുകളാണ് ഞങ്ങളുടെ പാനലിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹൂസ്റ്റണിലെ തന്നെ പല സമൂഹത്തിൽ നിന്നും എത്തിയ ആളുകളാണ് ഈ പാനലിനെ പ്രതിനിധീകരിച്ച് വന്നത്. അപ്പോൾ പരിചയസമ്പന്നത്തും ഒരു പ്രത്യേക കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. പരിചയസമ്പന്നത, പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങൾ ഒക്കെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് തന്നെയാണ്. പിന്നീട് മാഗിനെ സംബന്ധിച്ചോളം 39 വർഷം കഴിഞ്ഞു. 40-ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മാഗിന് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 2026. അതിലേക്ക് നല്ല പ്രവർത്തനങ്ങളും നല്ലൊരു നേതൃത്വവും വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. അതാണ് ഞങ്ങളുടെ വിജയമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് മാഗ് 2026 യുണൈറ്റഡ് എന്നുള്ള ടീം മുമ്പോട്ട് വന്ന് മത്സരിക്കുകയും ഇത്രയും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തത് ജനങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. എൻ്റെ അടുത്ത ചോദ്യം മാഗിന്റെ വരാൻ പോകുന്ന ട്രഷററായ സുനിൽ തങ്കപ്പനോടാണ്. അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും കൃത്യമാക്കുമെന്നും ഡിജിറ്റലൈസ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. 501(c)(3) പദവി നിലനിർത്താനും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരുവാനും ട്രസ്റ്റി ബോർഡും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും എങ്ങനെ ഒത്തിണങ്ങി പ്രവർത്തിക്കും? അജു, നമസ്കാരം. നമുക്കറിയാം, മാഗിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതൊരു പൊതു കാര്യങ്ങൾക്കുള്ള ഫണ്ടാണെന്നുള്ളത്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിങ് എല്ലാം നമ്മൾ കഴിയുന്നതും ഓൺലൈൻ ആക്കി ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ പ്രോഗ്രാമിന് ശേഷം അതിന് എത്ര വരവുണ്ട്, എത്ര ചെലവുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ ഓരോ BOD മീറ്റിങ്ങിലും നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് അതിന്റെ കണക്കുകൾ കാണിച്ച് അതിനുശേഷം വരുന്ന ജനറൽ ബോഡിയിലും ഈ കണക്കുകളെല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് ഒരു വിശ്വാസം വേണം. നമുക്കറിയാമല്ലോ, ഒരു സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ അച്ചടക്കവും സുതാര്യതയും നിലനിർത്തിയെങ്കിൽ മാത്രമാണ് ജനങ്ങൾക്ക് നമ്മളിലുള്ള വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. മിക്കവാറും സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പാളിച്ചകളും അതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഊന്നുന്നത്. ഞാനും എൻ്റെ കൂടെയുള്ള ജോയിന്റ് ട്രഷറർ ജീവനുണ്ട്. ജീവനും ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രവൃത്തി പരിചയമുള്ള ആളാണ്. അതുപോലെ നമ്മുടെ ബോർഡിലുള്ള മിക്കവാറും ആളുകൾക്കെല്ലാം അക്കൗണ്ടിങ്ങിലും പരിചയമുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു കേസിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, നമുക്കൊരു ഫണ്ട് റൈസിങ്ങിന്റെ പ്രോഗ്രാമുകളെല്ലാം നമുക്കിനി ഭാവിയിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം വലിയൊരു ഉത്തരവാദിത്തമാണ് മാഗിന് വരാനുള്ളത്. നമ്മുടെ ലാൻഡ് അക്വിസിഷൻ അതിന്റെ പകുതി വഴിയിലാണ്. ഇനിയും ഏകദേശം $300,000 ഫണ്ട് നമ്മൾ റൈസ് ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നമുക്ക് പ്രോഗ്രാമുകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ടിക്കറ്റുകൾ ഒത്തിരി വിറ്റ് അതിന്റെ ഫണ്ട് റൈസ് ചെയ്യണം. അതുപോലെ പല പല പ്രോഗ്രാമുകൾ നടത്തി ഇത്രയും ഹെവി ആയിട്ടുള്ള എമൗണ്ട് റൈസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനനുസരിച്ചുള്ള സാമ്പത്തിക അച്ചടക്കം നമ്മൾ എത്രയും നിലനിർത്തേണ്ടത് നമ്മുടെ സംഘടനയുടെ വളർച്ചയ്ക്ക്, മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം, ബാങ്കിലെല്ലാം ഓൺലൈൻ സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഓരോ വരവും നമ്മളത് ഓൺലൈനാക്കാൻ നോക്കും. അതുപോലെ നമ്മൾ കൊടുക്കുന്ന പൈസ അതെല്ലാം ബാങ്കിൽ നിന്ന് ചെക്കായിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ വരവും ചെലവും കൃത്യമായി ടാലി ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് അത്ര വലിയ പ്രശ്നമുള്ള കേസാണെന്ന് തോന്നുന്നില്ല. പിന്നെ
ആരോപണങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും. ഇത് കണ്ടിട്ട് അതായത് നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി പോകുന്ന ഒരു സംഘടനയാണ് ഇതെന്നുള്ള ഒരു ധാരണ പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിലേക്ക് ആളുകൾ കൂടുതൽ വരും. ഞങ്ങളുടെ ഉദ്ദേശവും അത് തന്നെയാണ്. അതായത് കൂടുതൽ ദൂരങ്ങളിലേക്ക് അല്ലെങ്കിൽ എല്ലാ മേഖലയിലുമുള്ള പ്രൊഫഷണൽ ആളുകളെല്ലാം നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം ഫണ്ട് റേസിംഗ് എന്നുള്ളത് വലിയൊരു ബാധ്യതയാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഇടയിലെ മലയാളികൾ പ്രബുദ്ധരാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർക്ക് വേണമെന്ന് തോന്നിയാൽ അവർ എത്രയും വലിയ എമൗണ്ടുകൾ അവർ റേസ് ചെയ്ത ചരിത്രം നമുക്കുണ്ട്. അപ്പോ സത്യസന്ധരാണ്, അവര് ട്രാൻസ്പാരൻസി ഉള്ള ആളുകളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാഗിലേക്ക് ഇനിയും ഫണ്ട് വരും, നല്ല പുതിയ ആളുകൾ വരും. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു നിന്നാൽ ഇതൊക്കെ എല്ലാം നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞങ്ങളുടെ ഈ ബോർഡില് എല്ലാവരും വളരെ സഹകരണത്തോടെ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അതിന്റെ ചരിത്രം അങ്ങനെയാണ്. അതുകൊണ്ട് മുൻഗാമികൾ കാണിച്ചു വെച്ച വഴിയിലൂടെ നടന്ന് ഞങ്ങൾ പുതിയ ചരിത്രം സൃഷ്ടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായും ഇത്ര പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു ട്രഷററെ കിട്ടിയതിൽ തന്നെ മാഗിനും റോയിക്കും നല്ല അഭിനന്ദനം അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാന വാഗ്ദാനമായിരുന്നു ഈ നമ്മുടെ മാഗിൻ്റെ കമ്മ്യൂണിറ്റി സെൻറ്റർ അഥവാ നമ്മുടെ കേരള ഹൗസിൻ്റെ വിപുലീകരണം. പുതിയതായിട്ട് സ്ഥലം മേടിച്ചു എന്നും സൂചിപ്പിച്ചു അല്ലേ? 1.5 ഏക്കർ സ്ഥലം നമ്മൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എപ്പോൾ പൂർത്തിയാക്കാനാണ് നമ്മുടെ പ്ലാന്? ഇനിയും അതിനുവേണ്ടിയുള്ള ഫണ്ട് ഫണ്ട് റേസിങ് എങ്ങനെയാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? അജു, അപ്പൊ ഞങ്ങളിപ്പോ ഈ തവണ സാധാരണ ഒരു ഭരണസമിതി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഭരണം തുടങ്ങുന്നത് ജനുവരി മാസത്തിലായിരിക്കും. കാരണം ജനുവരി 11-ാം തീയതി നമ്മുടെ ജനറൽ ബോഡി കഴിഞ്ഞ് പിന്നത്തെ മീറ്റിങ്ങിലൊക്കെ കൂടി പതുക്കെയാണ് നമ്മുടെ സ്ഥാനം ഏറ്റെടുക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ബോർഡിൽ ഞങ്ങളൊരു മീറ്റിംഗ് കഴിഞ്ഞു. ഓരോരുത്തർ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. അത് മാത്രമല്ല, അടുത്ത വർഷത്തെ പ്രോഗ്രാമിന്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ഇപ്പോഴേ തന്നെ ഈ ആഴ്ച തന്നെ അതിന്റെ 1-ാം തീയതി നമ്മുടെ റോയുടെ വീട്ടിൽ ആദ്യത്തെ ഞങ്ങളുടെ ഫുൾ ഒരു ഒത്തുചേരലുണ്ട്. അതിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ഓരോരോ ആശയങ്ങൾ നമ്മുടെ പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആശയങ്ങളുമായി വരൂ, നമുക്കത് ഡിസ്കസ് ചെയ്യാം, നമുക്കൊരു പ്രൂഫ് ഉണ്ടാക്കിയെടുക്കാം. ഈ വർഷത്തെ കലണ്ടർ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ എല്ലാത്തിന്റെ ഡേറ്റുകൾ കൃത്യമായി പ്ലാൻ ചെയ്യണം. സാധാരണ ജനുവരി എൻഡോടുകൂടി തുടങ്ങേണ്ട ഒരു ഭരണസമിതി ഞങ്ങൾ ഡിസംബർ അവസാനം തന്നെ അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതി തന്നെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ട്. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഇത് വളരെ ലിമിറ്റഡ് ആയ ടൈമേ ഉള്ളൂ. ഒരു വർഷം എന്ന് പറയുന്നത് ഈ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീർന്നു പോകും. അതിനു മുമ്പ് കൃത്യമായി ഓരോ ദിവസങ്ങളും നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് നമുക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഫണ്ട് റൈസിങ് എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്ലാൻ ചെയ്ത് എല്ലാ സ്ഥലത്തും റീച്ച് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് പൈസ തരാൻ കപ്പാസിറ്റി ഉള്ള ആളുകളുടെ അടുത്ത് കറക്റ്റായ ആളുകളെ വിട്ട് ആ പൈസ നമുക്ക് കളക്ട് ചെയ്യണം. അതിനുവേണ്ടി അത് ഏത് രീതിയിൽ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ച് റോയ്ക്ക് കൃത്യമായ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിന് കൃത്യമായ ഒരു ധാരണ ഉണ്ട്. അത് 1-ാം തീയതി ഞങ്ങളത് ഫൈനലൈസ് ചെയ്യും. അതിനുശേഷം വളരെ നല്ലൊരു രീതിയിൽ ജനങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ പ്ലാനിങ് ഇതാണ്, ഞങ്ങളുടെ സ്വപ്നം ഇതാണ്. അപ്പൊ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിങ്ങളും വരൂ. അപ്പൊ ഞങ്ങളുടെ സ്വപ്നങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരതിനൊപ്പം കൂടെ നിൽക്കും എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അതാണ് നമ്മുടെ ഇലക്ഷൻ റിസൾട്ടിൽ നമ്മൾ കണ്ടത്. ഇത്രയും വലിയൊരു ഇലക്ഷനും ഇത്രയും വലിയൊരു പാർട്ടിസിപ്പേഷനും മാഗിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, സ്വപ്നങ്ങളുണ്ട്. മലയാളി സമൂഹത്തിന് ഇന്ന് വേണ്ടത് എന്താന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം. അതായത് നമ്മുടെ ഇപ്പോ ഈ വളരെ കഷ്ടപ്പാട് കഴിച്ച് നമ്മുടെ സീനിയേഴ്സ് ഉണ്ടാക്കി വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മുടെ കൈ അയച്ച് അതിനെ സഹായിക്കണമെന്നും നമുക്കറിയാം. ഇതിന് പ്രത്യേക ഫണ്ട് നമുക്ക് വാർഷികോ അല്ലെങ്കിൽ മാസവരി സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ മെമ്പർഷിപ്പ് ഫീസ് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ സംഘടന ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല, നമുക്ക് കൃത്യമായി നമ്മളെ ഒരു വീടാണെങ്കിലും ഒരു പ്രസ്ഥാനമാണെങ്കിലും പൈസ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി നല്ലതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. ഫണ്ട് റൈസിങ്, അപ്പൊ ആ റൈസിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വിവിധ പരിപാടികൾ നമ്മൾ ആലോചിക്കണം. അതിന് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മുടെ കൂടെയുള്ളതും. ഞങ്ങൾ മാത്രമല്ല, ഈ ബോർഡിലുള്ളവർ മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾക്കറിയാം, നമ്മുടെ ഈ ടീമിൽ തന്നെ ഒരു 10-700 പേരുടെ ഒരു കമ്മിറ്റി, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്. അവരൊരു ചെറിയ ഗ്രൂപ്പാണ്. അതിന് ചുറ്റും വേറെ ആളുകളുണ്ട്. അപ്പൊ ഇവരുടെ അടുത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ രീതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിച്ചാല്, പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചാല്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി ഷോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഹ്യൂസ്റ്റണിൽ നമ്മുടെ ഏത് ഷോ വന്നാലും ഹാൾ നിറഞ്ഞ്
ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാൻ ഒരു മടിയുമില്ല. അത് മാത്രമല്ല, മാഗിന്റെ പരിപാടിയാണെങ്കിൽ ആളുകൾ ആവേശത്തോടെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മാഗിന്റെ ഓണപരിപാടി മതി, 10,800 2,000 ആളുകൾ വരുന്ന ഒരു വലിയൊരു മാമാങ്കം പോലെയാണ്. മലയാളികളുടെ ഒരു മാമാങ്കമാണ് മാഗിന്റെ ഓണം എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു സഹകരണം ഇത്രയും ജനപിന്തുണയുള്ള ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ടീമിലെ നമ്മുടെ ഈ പാനലിൽ ഓരോരുത്തർ ശ്രമിച്ചാൽ ഇത് വലിയൊരു ഹിമാലയൻ ടാസ്ക് ആണെന്ന് നമുക്ക് കരുതുന്നില്ല. അത്രയ്ക്കും കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഞങ്ങളുടെ ബാക്കിലുള്ള ആൾക്കാരും, ഞങ്ങളുടെ പിൻഗാമികളും ഇനി വരാൻ പോകുന്ന ആളുകളും ഇതേപോലെ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. നമുക്ക് ആ ഫണ്ട് റേസിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും ഫണ്ട് റൈസിങ്ങിനെ പറ്റി വ്യക്തമായ ഒരു വിഷൻ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ആവശ്യം. അടുത്തത് എന്റെ ചോദ്യം മാഗ് 2026 പ്രോഗ്രാം കോർഡിനേറ്റർ അനില സന്ദീപിനോടാണ്. ക്ലാരമ മാത്യൂസ് ട്രസ്റ്റി ബോർഡിലേക്കും അനില സന്ദീപും അമ്പിളി ആന്റണിയും വനിതാ പ്രതിനിധികളായും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കേവലം തിരുവാതിരയിലും കലാപരിപാടികളിൽ ഒതുങ്ങാതെ സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ എന്തെങ്കിലും പ്രത്യേക പദ്ധതികളുണ്ടോ? താങ്ക് യു ആൻസി. എല്ലാവർക്കും നമസ്കാരം. ക്ലാരമ മാത്യൂസ് ട്രസ്റ്റി ബോർഡിലേക്കും ബനിജ ചേറു, അമ്പിളി ആന്റണി, അനില സന്ദീപ്, അതോടൊപ്പം തന്നെ ആൻസി കുര്യനും പിന്നെ ഷിബി റോയ്, ആലീസ് തോമസ്, ഇങ്ങനെ 7 പേരാണ് ഈ പ്രാവശ്യത്തെ ബോർഡിലേക്കുള്ള മത്സരത്തിലേക്ക് പങ്കെടുത്തത്. അതുതന്നെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ 1 or 2 സ്ഥാനങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്ന സ്ത്രീകൾ ഇന്ന് 7 പേര് മുന്നോട്ട് കടന്നു വന്നു എന്നുള്ളത് തന്നെ ഒരു മാറ്റത്തിൻ്റെ ഒരു സൈനായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകൾക്ക് പങ്കെടുത്ത എല്ലാ പരിപാടികളും സ്ത്രീകളെ കൂടെ കൂടിച്ചേർത്താണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പങ്കാളിത്തമുള്ള, അവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ പരിപാടികൾക്കും അവർക്ക് വരാൻ സ്വാഗതം. പിന്നെ ഞങ്ങളുടെ ഡിബേറ്റിൽ പറഞ്ഞു വെച്ചിരുന്ന കാര്യം പോലെ തന്നെ എവറിത്തിങ് സ്റ്റാർട്ട്സ് ഇൻ ദ ഫാമിലി. അപ്പം ഈ പരിപാടിയിലേക്ക് വരുന്ന എല്ലാ പുരുഷന്മാരോടും എല്ലാവരോടും പറയുന്ന നിങ്ങളുടെ വീട്ടിലുള്ള വൈഫിനെയും കൊണ്ടുവരിക, അവരെ കൊണ്ടുവന്നാണ് ഈ പരിപാടികൾ കൊണ്ടുവരുന്നത്. കാരണം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 13 വർഷമായി. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഭർത്താവ് ഇവിടുത്തെ മെമ്പറായിരുന്നു. അദ്ദേഹം എന്നെ അവിടെ മാഗിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാൻ മാഗിലെ പരിപാടികളെക്കുറിച്ച് അറിയുന്നതും പങ്കെടുക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരു മാറ്റം എല്ലാ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ആ കുടുംബമായിട്ട് മാഗിൽ വന്ന് കുടുംബമായിട്ട് പങ്കെടുത്ത് അത് അടുത്ത തലമുറയ്ക്കും കൂടെ ഒരു പ്രചോദനമായി തീരട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ അതിനുവേണ്ടിയാണ് ശ്രമിക്കുകയും ചെയ്യുന്നത്. അത് ടീം യുണൈറ്റഡും ഈ വരുന്ന മാഗ് 2026 ബോർഡിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി അനില. തീർച്ചയായിട്ടും നിങ്ങളുടെ ടീം യുണൈറ്റഡിൽ തന്നെ 4 സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ സ്ത്രീകൾ മുമ്പോട്ട് വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. Plan for peace of mind. Make your choices now. South Park Funeral Home. Planning is determining the details of your funeral and cemetery services in advance. With a plan, you'll reduce stress and financial burden for your loved ones and simply let them honor and celebrate your life, knowing things are happening just as you wanted. Our complete services include cemetery burial spaces, funeral and memorial services, caskets and outer burial containers, memorials, headstones, opening and closing, safely home registered protection, personal consultation available by appointment. Call Sunil John Kora, the Community Relations Director, for an appointment at 18134099050. Email sunil.kora@nsmg.com, www.southparkfunerals.com. Golden Hour Show on Pravasi Channel brought to you by South Park Funeral Homes, Cemetery and Crematory. Personal consultation available by appointment. Call Sunil John Kora, the Community Relations Director, for an appointment at 18134099050. അടുത്ത ചോദ്യം സുവിൻ ബാലകൃഷ്ണനോടാണ്. പ്രചരണ സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ധാരാളം യൂസ് ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളിലേക്ക് നിങ്ങളുടെ ആശയങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ഏതൊക്കെ രീതിയിലാണ് അതിനെ ഇത് ചെയ്തത്, ഒന്ന് മോൾഡ് ചെയ്തെടുത്തത് എങ്ങനെയാണ്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ സുബിൻ? താങ്ക് യു അജു. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാര്യം നമ്മൾ ഈ ഒരു
പാനൽ അനൗൺസ് ചെയ്ത ഉടനെ തന്നെ ടീം യുണൈറ്റഡ് എന്നുള്ള ഈ ഒരു പാനൽ അനൗൺസ് ചെയ്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ നമ്മളുടെ ഈ ഒരു സ്ഥാനാർത്ഥികളെ നമ്മളുടെ ആളുകളിലേക്ക്, അല്ലെങ്കിൽ മലയാളി അസോസിയേഷനെ പോലുള്ള ഇത്രയും വലിയൊരു മലയാളി അസോസിയേഷൻ, ഇത്രയും മെമ്പേഴ്സ് ഉള്ള ഒരു അസോസിയേഷനിലെ ആളുകളെ എങ്ങനെ എത്തിക്കണം. അപ്പോൾ ഇതിനകത്ത് പണ്ട് ഈവൻ 1980s തുടങ്ങിയ നമ്മുടെ അസോസിയേഷൻ ആണെങ്കിലും ഇന്നത്തെ ദിവസം നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡിജിറ്റൽ ലോകമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ അതിനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ആളുകളിൽ നമ്മളുടെ ഈ ഒരു പ്രചരണം എത്തിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ നമ്മളുടെ ഒരു പാനൽ എന്ന് പറയുന്നത് വലിയൊരു സംഘടന പോലെ തന്നെയാണ്. കാരണം നമ്മളുടെ ഒരു പാനലിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, എല്ലാ രീതികളിലും എല്ലാ ഐഡിയാസും ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ കറക്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ കിട്ടിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻസ്റ്റഗ്രാം ആവട്ടെ, അല്ലെങ്കിൽ IG വഴി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ്സ് വഴി, അതുപോലെ തന്നെ മറ്റ് എല്ലാ ഓൺലൈൻ സാധ്യതകളും വളരെ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന തരത്തിൽ അത് നമ്മൾ കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് അതിനുവേണ്ടി കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു ടീം ഉണ്ടായിരുന്നു. അവർ എവറി ഡേ അല്ലെങ്കിൽ എവറി അവർ നമ്മൾ ഏത് സമയത്താണ് ആളുകൾ ഇത് വാച്ച് ചെയ്യാൻ പോകുന്നത്, ഏത് സമയത്താണ് മൊബൈലിൽ ക്ലിക്ക് ചെയ്യുന്നതെന്ന് വരെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് ആ രീതിയിലായിരുന്നു നമ്മളുടെ ഓരോ ദിവസത്തെയും ഞങ്ങളുടെ പ്രചരണം. അത് ഫ്ലയർ ആവട്ടെ അല്ലെങ്കിൽ വീഡിയോസ് ആവട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പർ കണ്ടന്റുകൾ, ഒരുപാട് ടൈമുള്ള കണ്ടന്റുകളല്ല, വളരെ 30 സെക്കൻഡ്സ് ഒക്കെയാണ് ഇപ്പോഴത്തെ ലോകത്ത് ആളുകൾ ഒരു കാര്യം വാച്ച് ചെയ്യുന്നത്. ആ ഒരു സമയം ഏറ്റവും നല്ല രീതിയിൽ ആളുകളിൽ അത് എത്തിക്കുക. എവറി ഡേ ഇത് തുറന്നിറങ്ങി അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റ്സ് ആവട്ടെ മൊബൈൽസ് ആവട്ടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടീം യുണൈറ്റഡ് മാത്രമായിരുന്നു ഹ്യൂസ്റ്റണിൽ അവിടെ എവിടെയാണെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ ഒരു കോർ ടീം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല. സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങി ഡിസംബർ 13 രാവിലെ വരെയും ഈ ഒരു കാര്യം റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി നടന്ന നമ്മളെ ഹോൾ ടീമിന് ഞാൻ ഇപ്പോഴും ഒരുപാട് താങ്ക്ഫുൾ ആണ്. ഈ ഒരു സമയത്തും ഞാനത് ഓർക്കുകയാണ്, അവരോടുള്ള താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രചരണം ഞങ്ങളുടെ ഈ ഒരു 13, 14, 15 ഞങ്ങളുടെ ഈ ഒരു പാനലിന്റെ മാത്രം കഴിവല്ല, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ആ ഹോൾ പാനൽ എത്രത്തോളം കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം ആളുകളിൽ എത്തി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. കൂടെ തന്നെ അന്ന് വന്ന് വോട്ട് ചെയ്ത അല്ലെങ്കിൽ ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ കിക്ക് ഓഫ് ഡേറ്റ് മുതൽ ഞങ്ങളുടെ ടീം അവിടെ കണ്ടിരുന്ന കാരണം കഴിഞ്ഞാൽ എത്രയോ യൂത്ത് ആളുകൾ, യുവജനങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലാനിങ്, ആ ഒരു സ്ട്രാറ്റജി. അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ വീക്കിലും എവിടെ ആളുകളെ കാണാൻ പോകണം, ഏത് ചർച്ചിൽ പോകണം, അല്ലെങ്കിൽ എവിടെ ടെമ്പിളിൽ പോകണം, അത് പോകുമ്പോൾ ആ ഒരു യൂണിറ്റി ഞങ്ങൾ എന്നും നേരാണ് പാത നന്മയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കളർ കോമ്പിനേഷൻ, കളർ തീം എല്ലാം വളരെ സ്ട്രിക്ട് പ്ലാനിങ് ആയിട്ട് നമുക്കൊരു ടീം ബിഹൈൻഡ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ അടുത്ത് പറയും ഇന്ന ദിവസം ഇന്ന ടൈമിൽ 10 to 11 ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ടീം ഉണ്ടായിരുന്നു. ഇതെല്ലാം ആയിരുന്നു നമ്മളുടെ സ്ട്രാറ്റജീസ്. ഇതിന്റെ എല്ലാം ഒരു ആൻസർ, ഒരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, ഈ ഹോൾ ടീമിന്റെ പാനലിന്റെ വിജയം. അപ്പോൾ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ സ്ട്രാറ്റജി. അജു, തീർച്ചയായും വളരെ നല്ല സ്ട്രാറ്റജി. പല സ്ട്രാറ്റജികളും രഹസ്യമാണെന്നും എനിക്കറിയാം. കാരണം അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അത് തട്ടിയെടുക്കും. എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് പോലും ചിലപ്പോൾ അടുത്ത് വരാൻ പോകുന്ന കേരളത്തിലെ ഇലക്ഷനിൽ ഈ നിങ്ങളുടെ സ്ട്രാറ്റജി അന്വേഷിച്ച് പലരും വരാൻ പോലും സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സുബിൻ പറഞ്ഞതിനോട് ഒപ്പം തന്നെ എനിക്ക് ചേർത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു ഇലക്ഷന് ടീം യുണൈറ്റഡ് എന്ന പേര് പ്രഖ്യാപിച്ചപ്പം തന്നെ നമുക്കൊരു ക്യാമ്പയിൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ശ്രീ മാത്യു മത്തായി ചെയർമാൻ ആയിരിക്കുന്നു, ശ്രീ വിനോദ് വാസുദേവൻ കൺവീനറുമായിരിക്കുന്ന ഒരു ക്യാമ്പയിൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ഞങ്ങൾക്ക് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവലോകനങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ എവിടെയാണ് കുറഞ്ഞിരിക്കുന്നതെന്നും ആരാണ് വീക്കായിട്ടിരിക്കുന്നതും ആരാണ് സ്ട്രോങ് എന്നുള്ളതും, ഞങ്ങളുടെ ഫോൺ കോൾസിനെ കുറിച്ചുള്ള അവലോകനം, ഞങ്ങളുടെ പബ്ലിക് വിസിബിലിറ്റിയെ കുറിച്ചുള്ള അവലോകനം, ഞങ്ങൾക്ക് എവിടെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഞങ്ങളുടെ വീക്ക് പോയിന്റ്സ് എവിടെയാണ്, ഞങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് എവിടെയാണെന്നൊക്കെയുള്ള കൃത്യമായ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇതിന് മുന്നേയുള്ള എല്ലാ പ്രസിഡൻസും അതുപോലെ തന്നെ പല സീനിയേഴ്സ് പല പൊസിഷൻസിൽ ഇരുന്നവരുടെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഓരോ മീറ്റിങ്ങുകളും പോയിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ തിരുത്തിക്കൊണ്ടും ഞങ്ങളുടെ ശരികളും നേരെയാക്കിക്കൊണ്ടുമാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് ഈ ആൾക്കാരുടെ പേരുകൾ. ഞങ്ങൾ 16 പേര് മുന്നിൽ നിന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾക്ക് പുറയിൽ പ്രവർത്തിച്ചത് ഇവർ ഇത്രയും പേരുമാണ്.
ഈ അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തവർ ഈ മലയാളി, ആശ റേഡിയോ, കേരള ഡിബേറ്റ് ഫോറം, അതുപോലെ തന്നെ പ്രവാസി ചാനൽ, ഇവരെയും ഞങ്ങൾക്ക് എടുത്തു പറയണം. കാരണം അവർ ഞങ്ങളെ ഓരോ പരിപാടികളായാലും അവരുടെ വീഡിയോ ഷോസ് ആയാലും ഇൻ്റർവ്യൂസ് ആയാലും നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവരെയും കൂടി ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അടുത്ത എന്റെ ചോദ്യം മാഗ് 2026 പ്രസിഡന്റ് റോയ്സി മാത്യുവിനോടാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹ്യൂസ്റ്റണിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും യുണൈറ്റഡ് ആയി നിലനിർത്താൻ ആദ്യത്തെ 100 ദിവസങ്ങളിൽ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത്? തീർച്ചയായും ആൻസി, അതൊരു നല്ല ചോദ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ആദ്യം പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ യുണൈറ്റഡ് എന്നാണ് ഈ പാനൽ നാമകരണം ചെയ്തത്. കാരണം ആരെയും ഭിന്നിപ്പിക്കുകയല്ല, മറിച്ച് എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൗർഭാഗ്യവശാൽ അത് മാഗിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. കാരണം നമുക്കെതിരെ ടീം ഹാർമണി എന്ന ഒരു പാനൽ രംഗത്ത് വരികയും വളരെ ശക്തമായ ഒരു മത്സരം, അത് തീർച്ചയായും മാഗിന് ഉപകാരപ്രദമായി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഏതാണ്ട് $54,000 ആ ഒരു മെമ്പർഷിപ്പ് ഇനത്തിൽ കൂടി അന്ന് മാഗിന് ഈ ടീം യുണൈറ്റഡിൻ്റെ വകയായിട്ട് സമാഹരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അപ്പം അത് തന്നെ മാഗിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ ഇനിയും പോകുന്ന മുന്നോട്ടുള്ള പ്രോജക്റ്റിന്. അപ്പം അങ്ങനെ വന്നപ്പോൾ തന്നെ ഇനിയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആ പാനൽ മത്സരിച്ച 2 പേരെ നമ്മുടെ ഓത്ത് സെറിമണിയുടെ അന്ന് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങളോട് സഹകരിച്ച് വരണം എന്ന് പറയുമ്പോൾ അവർ വളരെ നന്നായിട്ട് സഹകരിക്കാം, തീർച്ചയായും ഞങ്ങൾ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ തന്നെ അതിനുള്ള തുടക്കം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ തുടർന്നും മുമ്പോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സബ് കമ്മിറ്റികളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും അതിനകത്ത് പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടതായ പ്രാധാന്യം നൽകിക്കൊണ്ട്, ഇപ്പം ആരും നമുക്കറിയാം ഈ പാനലുള്ളവരും അല്ലെങ്കിൽ മറു പാനലുള്ളവരും ആരും മോശക്കാരല്ല. പക്ഷെങ്കിൽ ജനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്ന് പറയാൻ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അതുപോലെ മാഗുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഈ പാനലിലെ ആളുകൾ, ഇവരെല്ലാം ജനങ്ങൾക്ക് എന്നും പരിചിത മുഖങ്ങളാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരെയും വേർപെടുത്തുവാനോ വേറിട്ട് നിർത്തുവാനോ അല്ല, മറിച്ച് മലയാളി അസോസിയേഷൻ എന്ന ആ ഒരു അസോസിയേഷൻ്റെ നന്മ, അതിന് ഏതെല്ലാം മലയാളിയുടെ സഹായം കിട്ടുമോ, ഏതെല്ലാം മലയാളികൾക്ക് ഗുണകരമായിട്ട് ഈ സംഘടനയെ കൊണ്ട് ഉപകാരപ്പെടുത്തുവാൻ കഴിയുമോ, അതൊക്കെ ഉപകാരപ്പെടുത്തി വളരെ നല്ല രീതിയിൽ ഞങ്ങൾ മുൻപോട്ട് പോകും എന്ന് ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. അപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുവാൻ പറ്റും. ശ്രീ വിനോദ് ചെറിയാൻ, ഇപ്പം നമ്മുടെ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്ന വിനോദ് ചെറിയാൻ ഈ ടീമിന് മുൻപ് സ്പോർട്സ് കോർഡിനേറ്ററായിട്ടൊക്കെ ഇരുന്നപ്പോൾ അവിടെ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരാളാണ്. അതുപോലെ ട്രഷറായിട്ട് വന്നിരിക്കുന്ന സുനിൽ തങ്കപ്പൻ ഇപ്പോഴത്തെ ജോയിന്റ് ട്രഷറാണ്. വളരെ നല്ല പ്രവർത്തനമാണ്. അദ്ദേഹം എപ്പോഴും ഒരു സുസ്മേരവദനായി എന്നും മാഗിൽ കാണുന്ന ഒരു മുഖമാണ്. അതുപോലെ ഷിനോ എബ്രഹാം മലയാളി അസോസിയേഷൻ മാത്രമല്ല, ഹൂസ്റ്റണിലെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു പരിചിത മുഖമാണ്. പല പല കാര്യങ്ങൾ, ഒരു നല്ല ഗായകനാണ്. അതുപോലെ ഇതിനു മുമ്പ് ഇരുന്ന മാഗിൻ്റെ കിട്ടിയ വോട്ട് തന്നെ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാണ് അദ്ദേഹം ജയിച്ചു വന്നത്. അതുപോലെ മറ്റൊരാളാണ് നമ്മുടെ സന്തോഷ് ആറ്റുപുറം, നമ്മുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിൽ അദ്ദേഹം അറിയപ്പെടാത്ത ഒരാളില്ല. ഇന്ന് ഞങ്ങളുടെ യുവ തുർക്കി എന്ന് ഞങ്ങൾക്ക് വേണേൽ അവകാശപ്പെടാം. ഞങ്ങളുടെ എന്ത് പരിപാടിക്കും ആൾ കൂടെങ്കിൽ ആര് സ്റ്റേജിൽ കയറിയാലും അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ആ ഒരു പിൻബലം നമ്മളൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുപോലെ മറ്റൊരാളാണ് ജീവൻ സൈമണും വളരെ നല്ലതായിട്ട് ഒരു ജനകീയനായ ഒരാളാണ്. അദ്ദേഹം ബേസിക്കലി ഒരു നേഴ്സാണ്. അതുപോലെ തന്നെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മാഗിൻ്റെ ഇതിനു മുമ്പുള്ള പ്രോഗ്രാമിലെ എല്ലാം വളരെ നല്ല പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. മറ്റൊരാളാണ് അനില സന്ദീപ്. അനില ഇതിനു മുമ്പ് മാഗിൻ്റെ കമ്മിറ്റിയിൽ വളരെ നല്ല സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല പല ചാരിറ്റി സംഘടനകളിലും മറ്റു ഓർഗനൈസേഷനിലും ചേർന്ന് പ്രവർത്തിക്കുന്നു. കൂടാതെ ആശാ റേഡിയോയുടെ ഒരു ആങ്കർ കൂടിയാണ് അനില. അതുപോലെ ജിൻസ് മാത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അസോസിയേഷനെ പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ ഇരിക്കുന്ന ഇപ്പോൾ ഒരുമ എന്നൊരു അസോസിയേഷനാണ്. അതിൻ്റെ പ്രസിഡന്റായിട്ട് വളരെ നല്ല ഒരു ഭരണം കാഴ്ചവെച്ച ഒരാളാണ്. അതുപോലെ സാജൻ ജോൺ, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ യുവജനങ്ങളുടെ ഇടയ്ക്കും സ്പോർട്സിൻ്റെയും മറ്റുള്ള കാര്യത്തിലുമൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അതുപോലെ മറ്റൊരാളാണ് ബിജു ശിവൻ. എന്ന് മാഗിൽ ചെന്നാലും അദ്ദേഹം വന്നിട്ട് അധികം നാളായില്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഒരു പുതുമുഖമായിരുന്നു അദ്ദേഹം. എന്ന് മാഗിൽ ചെന്നാലും എന്നും ചിരിച്ചുകൊണ്ട് യാതൊരു പദവിയുമില്ലാതെ മാഗിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ വളരെ വ്യക്തമായി അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മറ്റൊരാളാണ് ഡെന്നിസ് മാത്യു. അദ്ദേഹം നമ്മുടെ ചാരിറ്റി കോർഡിനേറ്ററാണ്. ഇപ്പോൾ ഫോമയുടെ ഒരു ചാരിറ്റി കോർഡിനേറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അത് ന്യൂജേഴ്സിയിൽ നിന്ന് മൂവ് ചെയ്ത ഒരാളാണ്. വളരെ നല്ല പിന്തുണയുള്ള ഒരാളാണ് ശ്രീ ഡെന്നിസ് മാത്യു. അതുപോലെ സുബിൻ
ബാലകൃഷ്ണൻ, ഡോക്ടർ സുബിൻ ബാലകൃഷ്ണനെ കുറിച്ച് വേറെ ആരോടും പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ആശാ റേഡിയോയുടെ ആങ്കറാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ടെമ്പിളിന്റെ, അതായത് ഹൂസ്റ്റണിൽ തന്നെ മാത്രമല്ല അമേരിക്കയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടെമ്പിളിന്റെ പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്ന ഒരാളാണ്. മറ്റൊരാളാണ് നമ്മുടെ മൈക്കിൾ ജോയ്. ഇന്ന് യൂത്തിനിടയ്ക്ക് എല്ലാ സ്പോർട്സിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ. ഇതുപോലെ ഒരു കാൻഡിഡേറ്റിനെ, കാരണം അദ്ദേഹത്തെ കിട്ടിയപ്പോൾ തന്നെ അറിയാം, ഒരു പുതുമുഖമാണെങ്കിൽ തന്നെ വളരെ ജനസമ്മതനായ, വളരെ ചുറുചുറുക്കോടുകൂടി കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ശ്രീ മൈക്കിൾ ജോയ് ആണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നമ്മുടെ യൂത്തിന്റെ കോർഡിനേറ്റർ. അതുപോലെ മറ്റൊരാളാണ് അമ്പിളി ആന്റണി, നമ്മുടെ വനിതാ വിഭാഗത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരാളാണ് ബെനീജ ചെറു. നമുക്കറിയാം, പല പള്ളികളിലാണെങ്കിലും ഏർപ്പെട്ടിരിക്കുന്ന ഇടങ്ങളിലൊക്കെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തികളാണ് ഇവരെല്ലാം തന്നെ. അതുപോലെ ട്രസ്റ്റി ബോർഡിന്റെ ആള് നമ്മുടെ ബോർഡിൽ വരുന്നത് അല്ലെങ്കിൽ തന്നെ ശ്രീമതി ക്ലാരമ മാത്യു, മാഗിന്റെ 2ാമത്തെ മെമ്പറാണ്. വളരെയധികം സീനിയോറിറ്റി ഉള്ള ഒരാളാണ് നമ്മുടെ ട്രസ്റ്റി ബോർഡിലേക്ക് മത്സരിച്ചത്. ഇങ്ങനെ ഒരു ടീമുമായിട്ട് മുൻപിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതായിട്ട് വന്നില്ല. അത് മാഗിന് എന്നും ഗുണകരമായ ഒരു പാനലാണ് എന്ന് അവർ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജയിപ്പിച്ചത്. ആ ഒരു വിശ്വാസം അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ച് മുമ്പോട്ട് നീങ്ങുക തന്നെയാണ് ഞങ്ങളുടെ ഉപദേശം. അതിന് നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണം. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തതിന് ഈ അവസരത്തിൽ നമ്മുടെ ഈ പ്രവാസി ചാനലിനോടുള്ള നന്ദിയും സ്നേഹം കൂടെ ഞാൻ അറിയിക്കട്ടെ. തീർച്ചയായിട്ടും ടീം യുണൈറ്റഡ് എല്ലാ മേഖലയിലുള്ള വ്യക്തിത്വങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും 2026 നമുക്ക് നല്ലൊരു മാറ്റത്തിന് തുടക്കമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഓൾറെഡി മീറ്റിങ്ങുകളൊക്കെ നടത്തിയെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു 100-day പ്ലാൻ അത് നടപ്പാക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ തീരുമാനങ്ങൾ? എന്തൊക്കെയാണ് 100 ഡേയ്ക്ക് വേണ്ടിയുള്ള പ്ലാനുകൾ? അതെ, ഞങ്ങൾ ഓൾറെഡി അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി. പക്ഷെ എന്നാലും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പല ഐഡിയാസും വരുന്നുണ്ട്. ഇപ്പോൾ 1-ാം തീയതി ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഐഡിയാസും നമ്മളുടെ സപ്പോർട്ട് ഗ്രൂപ്പിൽ നിന്നുള്ള ഐഡിയാസൊക്കെ വന്നു കഴിഞ്ഞ് തക്കതായ ഒരു തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. പക്ഷെ സെക്രട്ടറി എന്ന നിലയിൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. അതൊന്ന് പരിഹരിച്ച് പോവുക. മെമ്പർഷിപ്പുകളിലുള്ള ചില മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിനും മാഗിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് അവരുടെ ഫോൺ നമ്പർ കറക്റ്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇമെയിൽ അവർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പരിഹരിച്ച് അതാണ് ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ട്രഷറർ സുനിൽ പറഞ്ഞതുപോലെ തന്നെ ഫണ്ട് റൈസിങ് എന്ന ഒരു വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടന്നു വരുന്നു. അപ്പോൾ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് നമുക്ക്. വി നീഡ് ടു ഫൈൻഡ് അനദർ $300,000. സോ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഫണ്ട് റൈസിങ് പ്ലാനും അതാണ് നമ്മുടെ മുന്നിലുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മുന്നിലുള്ളത്. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും സീനിയേഴ്സിന് വേണ്ടിയുമുള്ള അവർക്ക് ഉപകാരപ്പെടുന്ന, അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന പല പദ്ധതികളും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 1-ാം തീയതിത്തെ മീറ്റിംഗിൽ ഞങ്ങൾ തീരുമാനമെടുത്തതിന് ശേഷം അത് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അടുത്തതിന്റെ ചോദ്യം ട്രഷററായിട്ടുള്ള സുനിൽ തങ്കപ്പനോടാണ്. ഡിബേറ്റിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമായിരുന്നു $200 കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നത് സാധാരണക്കാരന് എന്ത് ഗുണം ലഭിക്കുമെന്നത്. പാസ്പോർട്ട് സേവനങ്ങൾക്കും സ്കോളർഷിപ്പിനും അപ്പുറം സാധാരണക്കാർക്ക് അനുഭവപ്പെടുന്ന എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരിക? ഓക്കെ, അത് ആ ഒരു ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ ഇപ്പൊ ആ ചോദ്യം വളരെ കുറഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ നമ്മളൊരു മെമ്പർഷിപ്പിനെ, പ്രത്യേകിച്ച് ഇലക്ഷന് മുമ്പ് നമ്മൾ ഈ ചോദ്യം എൻ്റെ കയ്യിൽ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആളുകൾ ആ $200 ചോദ്യം ചോദിക്കാറില്ല. മറിച്ച് ചോദിക്കുന്നത്, അല്ലേ എനിക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റിയില്ല, ഈ തവണ ഞാൻ എന്തായാലും ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ, അതിന് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്, അതിലൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതിന്റെ കാരണം നമ്മൾ ഈ ഇലക്ഷനിൽ ഉണ്ടായ ഒരു ഓളമാണ്.
മാഗിലേക്ക് വരുന്ന ജനങ്ങളുടെ പ്രവാഹം കണ്ടിട്ട്, അല്ലെങ്കിൽ ആ പള്ളി വിശാലമായ പള്ളിമുറ്റത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്ത രീതിയിൽ ആളുകൾ വന്നു. ആളുകൾക്ക് അതൊരു അതിശയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഭാര്യ 50 വയസ്സായെങ്കിൽ പോലും അവൾ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല, നാട്ടിൽ വോട്ട് ചെയ്തിട്ടില്ല. ഇത്തവണ അവള് പറയാണ്, ഇത്തവണ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വോട്ട് ചെയ്തു. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നു കാര്യങ്ങളെല്ലാം, വോട്ട് ഇതെല്ലാം കൃത്യമായിട്ട് അതിന്റെ ആളുകൾക്ക് വരുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ ക്രമീകരണം നടത്തി നിങ്ങൾ വോട്ട് ചെയ്തു. അതിന്റെ ഒരു ഫീല്, അപ്പൊ ഈ ഒരു ഫീല് പല ആളുകൾക്കും നമുക്ക് തന്നു. അപ്പൊ അവര് $200, അപ്പൊ അതായത് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ $200 ഒരു സൈഡിലേക്ക് പോകും. അതിനെക്കുറിച്ച് ആളുകൾ ഒത്തിരി ബോധേഡല്ല. പിന്നെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അറിയാം, ഒരു വിമർശനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഒരു സൈഡിലിരുന്ന് വിമർശിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആളുകൾക്ക് $200 കൊടുത്ത്, ഇപ്പൊ പുതുതായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന മെമ്പേഴ്സിനോട് നമ്മൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവർ പറയും $200 കുറിച്ച് ആരും ബോധേഡല്ല. അവർ പറയുന്നത്, ഓ നല്ലൊരു അനുഭവം, ഇത്രയും നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഇവിടുത്തെ നല്ലൊരു അസോസിയേഷൻ ഉണ്ടെന്നുള്ളവർ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്ര പോസിറ്റീവായിട്ടുള്ള ഒരു അസോസിയേഷൻ, അതിൻ്റെ അത് കൃത്യമായ നടപടിക്രമങ്ങളിൽ കൂടെ പോകുന്ന ഒരു അസോസിയേഷൻ ഉണ്ടെന്നുള്ളത്. അതിൽ സുനിലെ താങ്ക് യു സോ മച്ച്. എനിക്കൊരു മെമ്പർഷിപ്പ് തന്നതിൽ ഒത്തിരി സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. എന്നോട് കൂടുതൽ അവരുടെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോ പിന്നെ നമുക്കറിയാം, നമ്മുടെ അടുത്തൊരു ഒരു ഹാളുണ്ട്. ഒരു 120-150 ആളുകൾക്ക് കൊള്ളാവുന്ന ഒരു ഹാളിലാണ് ഇപ്പൊ നമ്മുടെ, അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ നമുക്ക് അതിന്റെ സൗകര്യങ്ങളുണ്ട്. മിക്കവാറും ഈ ഹാള് ബുക്കിംഗ് ആണ്. നിങ്ങൾ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് നോക്കിക്കോ. മോൻസി കുര്യാക്കോസ് ആണ് പ്രോഗ്രാം അതിന്റെ ആ ചാർജ് ഉള്ളത്. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ച് നിങ്ങൾ ബുക്കിങ്ങിന് ചെന്ന് കഴിയുമ്പോൾ ഇല്ല, ഈ ആഴ്ച ബുക്കിങ്ങാ, അടുത്ത ആഴ്ച ബുക്കിങ്ങാ. അത്ര നന്നായിട്ട് നമ്മൾ ആ ഹാള് റെന്റിന് കൊടുത്ത് പോകുന്നുണ്ട്. അതായത് ആളുകൾ റീച്ച്, നമ്മുടെ മെമ്പേഴ്സിന് അതിനകത്ത് കുറച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ വീട്ടിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം പോലെ സ്വാതന്ത്ര്യത്തോടു കൂടി ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാളുകളിലൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടാത്തൊരു സ്വാതന്ത്ര്യം. മറ്റേതാകുമ്പോൾ കൃത്യം 9 മണിക്ക് അടയ്ക്കണം. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ സ്വന്തം സ്ഥാപനം, നമ്മുടെ സ്വന്തം വീട്ടിൽ നടത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കാൻ വയ്യ. ആ ഒരു രീതിയിലുള്ള ഫീലോടുകൂടി ആളുകൾ നമ്മുടെ മാഗിന്റെ ഹാള് റെന്റിനെടുത്ത് ബർത്ത്ഡേ പാർട്ടികളും അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നടത്തി പോകുന്നു. അതൊക്കെ മെമ്പേഴ്സിന് കിട്ടുന്ന ഒരു സൗകര്യമാണ്. Golden Hour Show on Pravasi Channel brought to you by South Park Funeral Homes, Cemetery and Crematory. Personal consultation available by appointment. Call Sunil John Kora, the Community Relations Director, for an appointment at 1-81340-99050. Plan for peace of mind. Make your choices now. South Park Funeral Home. Planning is determining the details of your funeral and cemetery services in advance. With a plan, you'll reduce stress and financial burden for your loved ones and simply let them honor and celebrate your life, knowing things are happening just as you wanted. Our complete services include cemetery burial spaces, funeral and memorial services, caskets and outer burial containers, memorials, headstones, opening and closing, safely home registered protection, personal consultation available by appointment. Call Sunil John Kora, the Community Relations Director, for an appointment at 1-81340-99050. Email sunil.kora@nsmg.com, www.southparkfunerals.com. നമ്മള് ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു പള്ളിയിൽ പോകുന്ന ഒരാള്, കൃത്യമായി ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ആള്, ആ പള്ളിയിലെ ആളുകൾ മാത്രമായിട്ട് കണക്റ്റഡ് ഉള്ളൂ. മാഗിലേക്ക് വരൂ, നിങ്ങൾ പല പല പള്ളിയിൽ പോകുന്നതും അമ്പലത്തിൽ പോകുന്നതും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇഷ്ടം പോലെ അവിടെ വരുന്നു. ഫ്രണ്ട്ഷിപ്പ്, ബന്ധങ്ങൾ, അത് കിട്ടാനായിട്ട് ഇത്രയും നല്ല സ്ഥലം വേറെ ഒന്നുമില്ല. അതിനകത്ത് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, നമ്മുടെ സഹോദരന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ എന്തെങ്കിലും റിലേറ്റീവ്സുകളോ ഒക്കെ നമ്മൾ മാഗിൽ ആദ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ഇത് കിട്ടുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും വേറെ എവിടെന്ത് കിട്ടും. എന്റെ റിലേറ്റീവ്സ് ആയിട്ട് ആരും ഈ അമേരിക്കയിലില്ല, പക്ഷെ മാഗിൽ വരുമ്പോൾ
നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് റിലേറ്റീവ്സ് ആയിട്ടല്ല, സുഹൃത്തുക്കളായിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന ആളുകൾ, നമ്മളോട് ഗൈഡൻസ് തരുന്ന ആളുകളും നമ്മളെ നോക്കിയും നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റിയ ആളുകളെയും കാണാനായിട്ട് ഒരു കൂട്ടായ്മയുടെ ഒരു സ്ഥലമാണ് മാഗ്. അതിലേക്ക് വരൂ. പുതിയ മെമ്പേഴ്സ് പുതിയ പുതിയ ആളുകളെയും കൊണ്ടുവരുന്നു. പഴയ മെമ്പേഴ്സ് അവരുടെ മക്കളെ ചേർക്കാനും വേറെ ആളുകൾ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് ട്രാൻസ്ഫർ ആയി വരുന്ന ആളുകളെ ഉടനെ പിടിച്ച് മാഗിൽ മെമ്പേഴ്സ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത് വരുന്നതിന് കാരണം ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരും ഇങ്ങോട്ട് വരില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, ഓക്കെ, നിങ്ങൾ അതിന്റെ പാർട്ടാകും. അതിൽ $200 ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഈ $200 ഒരു പൈസ പോലും ആരും വേസ്റ്റ് ആക്കുന്നില്ല. കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ഈ ഫണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കറിയാലോ, നമുക്കറിയാം, നമ്മുടെ അമേരിക്കയിൽ ഏറ്റവും വലിയ സംഘടന എന്ന് പറഞ്ഞു മാത്രമല്ല, സ്വന്തമായി ബിൽഡിംഗ് ഉള്ള ഏതെങ്കിലും സംഘടന ഉണ്ടോ? ഇല്ല. നമുക്ക് സ്വന്തമായി ബിൽഡിംഗ് ഉണ്ട്. കൃത്യമായി ഓഡിറ്റ് ചെയ്ത് അക്കൗണ്ട്സുമെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഘടന ആയതുകൊണ്ട് തന്നെ അത് വളർച്ചയുടെ ഓരോ പടവുകൾ കയറി പോകുന്നു. ഇപ്പോൾ സ്വന്തമായുള്ള സ്ഥലത്തിന് കൂടാതെ 1.5 ഏക്കർ സ്ഥലവും മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ അസൂയയോട് കൂടി നോക്കിക്കാണുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ $200 ഇപ്പൊ ആരും ചോദിക്കാറില്ല. അതുകൊണ്ട് എല്ലാവരും വരൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുതിയ ബോർഡിന്റെ ആശയം അതാണ്, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുക. നമ്മുടെ ഈ സ്വപ്നങ്ങളിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമ്മുടെ ഈ പ്രത്യേകിച്ച് നിങ്ങൾ അറിയാം, നമ്മുടെ സീനിയേഴ്സ് എല്ലാം അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ബുധനാഴ്ച ദിവസങ്ങൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെ അവിടെ കാണുന്ന സീനിയേഴ്സിന്റെയൊക്കെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം. റോയിയും ഞങ്ങളുടെ അതുപോലെ വിനോദ്, സുബിൻ എല്ലാവരും അവിടെ വന്നിരുന്നു. അവരോടുള്ള ഒരു അപ്രോച്ച്, അവർ നമ്മളോടുള്ള അപ്രോച്ച്, നമുക്കറിയാം, നമ്മുടെ പേരൻസിന്റെ അടുത്ത് നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അപ്പൊ ഇവരെയൊക്കെ കൂട്ടി സീനിയേഴ്സ്, വളരെ സീനിയേഴ്സ്, മിഡിൽ ലെവലിലുള്ള ആളുകൾ, യങ്സ്റ്റേഴ്സ്, ലേഡീസ്, അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പോകാൻ മാഗിന് ഇങ്ങനെ ഒരു അവസരം ഉള്ളപ്പോൾ $200 ഒരു വലിയ തുകയല്ല. എല്ലാവരും വരൂ, അതാണ് ഞങ്ങൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ ആൾക്കാരെ മാഗിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. എല്ലാ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർക്കും ഒത്തൊരുമിച്ച് പോകാൻ സഹായിക്കട്ടെ. വളരെ വളരെ നല്ല ഉത്തരമായിരുന്നു സുനിൽ നൽകിയത്. അതോടൊപ്പം സുനിൽ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ടായിരുന്നു. നമ്മുടെ ഓൺലൈൻ നമ്മുടെ പോളിംഗ് നടന്ന ദിവസത്തെ പറ്റി സുനിൽ സൂചിപ്പിച്ചായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഡോക്ടർ സുബിൻ ബാലകൃഷ്ണനോടാണ്. പ്രത്യേകിച്ച് IT കൂടെ സുബിൻ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇത്തവണ നമ്മുടെ പോളിംഗ് ഏതാണ്ട് 50% കടന്നു. നമുക്ക് 4600ഓളം മെമ്പേഴ്സ് ഉണ്ട്. വരുന്ന വർഷങ്ങളിലൊക്കെ ഇനിയും അത് കൂടാനാണ് കാരണം സാധ്യത, അല്ലേ? അതാണല്ലോ നമ്മുടെ പ്രതീക്ഷയും. അപ്പം ഇനിയും ഒരു ഓൺലൈൻ വോട്ടിങ് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് മാറുന്നത് നല്ലതായിരിക്കുമോ? അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അത് എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്? ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം വർഷങ്ങളായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് മാഗ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇന്ററാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് കൊണ്ടുവരിക. ഈ ഒരു വെബ്സൈറ്റ് കൊണ്ടുവന്നതിന് കൂടെ തന്നെ നമ്മൾ എല്ലാ മെമ്പർഷിപ്പ് റിലേറ്റഡ് കാര്യങ്ങളും നമ്മളിപ്പം ഫിസിക്കൽ ഫോംസിലൂടെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാകുന്നതോടുകൂടി നമുക്ക് അതിലൂടെ ഓൺലൈൻ ആക്കാൻ സാധിക്കും. ഈ ഓൺലൈൻ ആക്കുക എന്നുള്ളത് മോസ്റ്റ് ഓഫ് ദ ബാക്കി പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഫിസിക്കലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഡാറ്റാബേസിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ നമ്പർ ഓഫ് യൂസേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കൂടെ തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ, ഇപ്പൊ അടുത്ത വർഷമാവട്ടെ, അതിന്റെ അടുത്ത വർഷമാവട്ടെ, ഇപ്പൊ ഇലക്ഷൻ വരികയാണെങ്കിലും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഈ കാര്യങ്ങൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പം വരാൻ പറ്റാത്ത സാഹചര്യമുള്ള ആളുകളാവട്ടെ അല്ലെങ്കിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന ആളുകളാവട്ടെ, അവർക്കൊക്കെ ഓൺലൈൻ സംവിധാനം സാധ്യമാക്കാൻ സാധിക്കും. ഇത് ഞങ്ങളുടെ അജണ്ടയിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിനകത്തുള്ള വൺ ഓഫ് ദ മെയിൻ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പ്ലാനുകളും ചെയ്തു തുടങ്ങിയിട്ടിരിക്കുകയാണ്. കാര്യം ഞാൻ മുന്നേ എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇത്. സോ അതുകൊണ്ട് തന്നെ അത് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ടീമിലുള്ള ബാക്കി പലവർക്കും ഇത് കൂടെ സപ്പോർട്ട് ചെയ്ത് ആസ് എ ടീം നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടല്ലോ. വളരെ നല്ല കാര്യം.
അടുത്ത എന്റെ ചോദ്യം പ്രോഗ്രാം കോർഡിനേറ്ററായ അനില സന്ദീപിനോടാണ്. നാട്ടിൽ നിന്ന് വരുന്നവരെ കൂടാതെ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് മലയാളം ക്ലാസ്സുകൾക്കപ്പുറം അവരുടെ അഭിരുചിക്കിണങ്ങിയ, ഉദാഹരണത്തിന് ടെക് വർക്ക്ഷോപ്സ്, കരിയർ ഗൈഡൻസ്, സ്പോർട്സ് പദ്ധതികൾ എന്നിവയുണ്ടോ? താങ്ക് യു ആൻസി. നല്ലൊരു ചോദ്യമാണ് അത്. ഞങ്ങൾ ഈ സമയത്ത് ഈ വർഷം ക്യാമ്പയിനിങ് പോയപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഫീഡ്ബാക്കാണ് എങ്ങനെ യൂത്തിനെയും കൂടെ കൊണ്ടുവരാമെന്ന്. അപ്പം ആദ്യം 80കളിൽ തുടങ്ങിയ ആ തലമുറയുടെ ഏകദേശം ഒരു മൂന്നാമത്തെ തലമുറയാണ് ഇപ്പം ഇവിടെ ഉള്ളത്. അപ്പം അവരെയും കൂടി എങ്ങനെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്താമെന്നുള്ള ഒരു തോട്ട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ മുന്നോട്ട് വയ്ക്കുന്ന കുറേ, ഇപ്പം ഞങ്ങൾ പറഞ്ഞതുപോലെ, നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഞങ്ങളുടെ മീറ്റിംഗ്സ് ഒക്കെ വരുന്നതേ ഉള്ളൂ, ഞങ്ങൾ ചില ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്നേ ഉള്ളൂ. അതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാഗിൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ, എല്ലാ കൂട്ടരെയും കൂടെ ചേർത്തുള്ളത്. അത് ഒരു ലിമിറ്റഡ് ആർട്ടിനകത്ത് മാത്രം ലിമിറ്റഡ് ആകാതെ റോബോട്ടിക്സ്, അതേപോലെ AI കോഡിങ്, ഇതിനെയൊക്കെ ചേർത്തുള്ള എന്തെങ്കിലുമൊക്കെ യൂത്തിൻ്റെ പരിപാടികൾ നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള തോട്ട്സൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ കരിയർ ഗൈഡൻസ് അത് നോട്ട് ഓൺലി ഫോർ ദ സ്റ്റുഡൻസ്, കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കൂടെ ഉൾപ്പെടാൻ പറ്റുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ് നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ചിന്തകളും ആശയങ്ങളും ഒക്കെ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കൂടുതൽ വിവരങ്ങൾ അടുത്ത മീറ്റിങ്ങിനോടുകൂടി നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ മാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് മാഗിൻ്റെ 40ാമത്തെ വർഷമാണ്. 1986 തുടങ്ങി 87 അതിൻ്റെ ഒരു ബൈലോസും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് 2026 ആകുമ്പോഴത്തേക്ക് 40 വർഷമാവുകയാണ്. സോ മാഗ് അറ്റ് 40 എന്ന ഒരു തോട്ടിൽ നമ്മൾ ഏകദേശം അത്രയും പരിപാടികൾ, ഇറ്റ്സ് എ റൂബി ആനിവേഴ്സറി, മാഗിൻ്റെ റൂബി ആനിവേഴ്സറി. അപ്പോൾ അതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ എല്ലാ പ്രായക്കാർക്കും, കൊച്ചു കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെ ഉൾപ്പെടുന്ന പല പരിപാടികളാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ അടുത്ത പ്രാവശ്യത്തെ പരിപാടിയിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ മാഗിലെ കൂടുതൽ ഇൻവോൾവ്മെന്റ് പിള്ളേരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഓക്കെ, അവസാനമായി നമ്മൾ ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുകയാണ്. പുതിയ പ്രസിഡന്റ് എന്ന നിലയിൽ അസോസിയേഷനിലുള്ള മലയാളികളോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ലാൻഡ് വാങ്ങി അവിടെ പണിയാൻ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി സെന്ററിനെ പറ്റിയുള്ള രൂപരേഖ എന്തെങ്കിലും മനസ്സിലുണ്ടോ? അതുമായി ചേർത്ത് ഒരു ഉത്തരം പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അതൊന്ന് സംസാരിച്ച് നമുക്ക് ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കാം. തീർച്ചയായും അജുവിൻ്റെ ആ ഒരു ചോദ്യം അത് എന്നിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചോദ്യമല്ല. നമുക്കറിയാം ഈ ജനസമൂഹം, മുസ്ലിം ജനസമൂഹം വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ ജയിപ്പിച്ചെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം മലയാളിക്ക് ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ ഇവിടെ വേണമെന്ന് തന്നെയാണ്. അപ്പം അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ മുൻകൈ എടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇതിനു മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് $200 തന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു മലയാളി സമൂഹമായി ഹൂസ്റ്റണിലെ എല്ലാ മലയാളികളുടെയും ഒരു അംബ്രല്ല ഓർഗനൈസേഷനായിട്ടാണ് മാഗിനെ ഇന്ന് പലരും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു മദർ ഓർഗനൈസേഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പല പല ചെറിയ ചെറിയ സംഘടനകളുണ്ട്. അപ്പം അതിൻ്റെ ഉയർച്ച നമ്മുടെ എല്ലാവരുടെയും ഉയർച്ചയാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം $200 കൊടുത്താൽ നമുക്ക് പല ഗുണങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് പലരും, അപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച പലരും പറഞ്ഞു കഴിഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം എന്നുള്ളതാണ് ഹൂസ്റ്റണിലെ മലയാളികളോട് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും തീർച്ചയായിട്ടും അവർ മാഗിന്റെ അംഗങ്ങളാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വലിയ വരുമാനം മെമ്പർഷിപ്പ് തന്നെയാണ് എന്ന് പറയുന്നതിന് യാതൊരു തർക്കവുമില്ല. മറിച്ച് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പോട്ടുള്ള പോക്കിന് അത് ഒരിക്കലും തടസ്സമാവില്ല. പിന്നീട് നമുക്ക് പണമൊക്കെ തന്നെ വന്നുകൊള്ളും. കാരണം അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും എന്താണ് മലയാളി അസോസിയേഷൻ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 1.5 ഏക്കർ സ്ഥലം കൂടെ മേടിക്കാനുള്ള അഡ്വാൻസ് കൊടുത്തിട്ടേ ഉള്ളൂ. ഒരു $300,000 നമുക്ക് കടമാണ്. അത് എങ്ങനെയെങ്കിലും ഈ വർഷം തന്നെ ഉണ്ടാക്കി ആ സ്ഥലം സ്വന്തമാക്കി അവിടെ പണി തുടങ്ങണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഈ നമ്മുടെ ഹൂസ്റ്റണിലെ പ്രബുദ്ധരായ മലയാളികൾ എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് സാധിക്കുവാനുള്ളതേ ഉള്ളൂ. അതിന് എല്ലാവരുടെയും ഒരു സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ സമയത്ത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. നമുക്ക് നമ്മുടെ മാഗിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഞങ്ങൾ ഒന്നുകൂടി പറയട്ടെ, ഞങ്ങളുടെ പാത നേരാണ്, ഞങ്ങളുടെ ലക്ഷ്യം നന്മയാണ്. അത് ഹൂസ്റ്റൺ മലയാളികൾക്ക് എന്നും നല്ല ഒരു ഓർഗനൈസേഷനായിട്ട് നമ്മുടെ മാഗിനെ വളർത്തണം എന്ന് മാത്രമാണ്. സെക്രട്ടറി വിനോദ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ?
പ്രസിഡന്റ് റോയ് മാത്യു പറഞ്ഞതുപോലെ തന്നെ ഹൂസ്റ്റണിലെ എല്ലാ മലയാളികളിലേക്കും കടന്നു ചെല്ലുക എന്നത് തന്നെയാണ് മാഗിന്റെ ഒരു ഉദ്ദേശം. ടീം യുണൈറ്റഡ് അതിനുവേണ്ടി പ്രവർത്തിക്കും. ഈ മാഗിന്റെ 2026 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീർച്ചയായും അതൊരു നമ്പർ 1 അജണ്ടയായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഹൂസ്റ്റണിലുള്ള 30,000-ൽ പരം മലയാളികളുണ്ട് ഹൂസ്റ്റണിൽ. അതിൽ ഇപ്പോഴും നമുക്ക് 5,000 മെമ്പർഷിപ്പ് ആയിട്ടില്ല. അപ്പോൾ മാക്സിമം ആളുകളെ ഈ സംഘടനകളിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഒരു അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയോടൊക്കെ മെമ്പർഷിപ്പ് ഇല്ലാത്തവരെ അവരെ കൂടി ഈ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ എന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനയുടെ തുടർന്നുള്ള വളർച്ചയ്ക്ക് നിങ്ങളും ഒരു ഭാഗമാകണം എന്നുള്ള ഒരു അപേക്ഷ കൂടെ ഈ സമയത്ത് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂ സംഘടിപ്പിച്ച പ്രവാസി ചാനലിനോടുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. ഓക്കെ, ചുരുക്കം വാക്കുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അനില, സുനിൽ, സുബിൻ പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായ കൾച്ചറൽ ഹെറിറ്റേജ് സെന്റർ എന്ന വലിയ സ്വപ്നത്തിലേക്കുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിലോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം വേണം. കുടുംബമായിട്ട് വന്ന് പങ്കെടുക്കണം. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച പ്രവാസി ചാനലിനോടും അതിൻ്റെ എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അതെ, അനില പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ മാഗിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് പല പല സെഗ്മെന്റിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെഗ്മെന്റിലെയും കൂടുതൽ ആളുകളെ അതിലേക്ക് കൊണ്ടുവരാനാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് ഫോറം, അല്ലെങ്കിൽ നേഴ്സസ് ഫോറം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോറം, അതുപോലെ പുതിയ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിനെന്തെങ്കിലും ഒരു ഫോറം ഉണ്ടാവണം. അതുപോലെ ഇങ്ങനെ പല പല സെഗ്മെന്റിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് മാക്സിമം റീച്ച്, അതായത് ഇതിൻ്റെ അകത്ത് മെമ്പേഴ്സ് അല്ലാത്ത ആളുകളെ പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കണം. അപ്പോൾ ഇത് ദൂരെ ഇരുന്ന് കാണുന്നതിനേക്കാൾ നല്ലത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാകുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മെസ്സേജ് കിട്ടും, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ അവരെല്ലാം നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരണം. അതില് പ്രായഭേദ, ജാതി, മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ ആളുകളെയും ഇതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച പ്രവാസി ചാനലിനോടുള്ള ഞങ്ങളുടെ, അല്ലെങ്കിൽ മാഗിന്റെ ഈ പുതിയ ബോർഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച പ്രവാസി ചാനലിന് പ്രത്യേകം ഒരു അനുമോദനവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. സുബിനോട് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും അനിലയും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയാണ്. ഹ്യൂസ്റ്റണിൽ മാത്രമല്ല, നോർത്ത് അമേരിക്കയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ. അപ്പോൾ ഇവിടെ ഈ ഒരു അസോസിയേഷൻ ആകണം നമ്മുടെ ഒരു അംബ്രല ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷൻസിനെയും നമ്മുടെ ഈ ഒരു മാഗിന്റെ മലയാളി അസോസിയേഷന്റെ താഴെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിലെ എല്ലാവരെയും തന്നെ നമ്മളുടെ മെമ്പേഴ്സ് ആക്കി മാറ്റുക. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹ്യൂസ്റ്റണിൽ 30,000-35,000 മലയാളികളുടെ അടുത്ത് ഇന്നും നമുക്ക് അറൌണ്ട് 5,000 ആളുകളുടെ അടുത്തേ ഉള്ളൂ. അപ്പം ആ ആളുകളെ ഒരുമിച്ച് ചേർത്ത് എല്ലാവരും ഒരുമിച്ച് വന്ന് നമ്മുടെ കുടുംബം പോലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനായി തന്നെ മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടി 2026 ബോർഡ് അതിന്റെ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നുള്ളത് ഞാൻ ഈ ഒരു നിമിഷത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ വിൻ ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ ഞങ്ങളുടെ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു TV ഇന്റർവ്യൂ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അതിവിടെ സംഘടിപ്പിച്ച നമ്മളുടെ പ്രവാസി ചാനലിനോടും ഇവിടെ അത് ഇന്റർവ്യൂ നടത്തിയ അജു വാരിക്കാടിനോടും അതുപോലെ തന്നെ ആൻസിയോടുമുള്ള നന്ദി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. അതോടെ നിർത്തുന്നു. താങ്ക് യു. അതുപോലെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ അജു, ഒറ്റ കാര്യം കൂടെ ഒരു കാര്യം കൂടെ സംസാരിച്ചോട്ടെ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പ്രവാസി ചാനലിന്റെ
ശ്രീ സുനിൽ ട്രൈസ്റ്റാറും അതുപോലെ അജു വാരിക്കാടും പലതവണ എന്നെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സ്വല്പം താമസിച്ചുള്ള ഖേദം അറിയിക്കട്ടെ, ഞങ്ങളൊക്കെ വളരെ ക്ഷീണിതരും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഇതനുസരിച്ചും മറ്റു പല കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ഇത് താമസിച്ചത്. എന്നിരുന്നാൽ തന്നെയും ഇതിന് മുൻകൈയെടുത്ത് ഞങ്ങളുടെ മുഖം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ കാണിച്ച ആ ഒരു സൗമനസ്യത്തിന് ഈ വർഷത്തെ 2026 ബോർഡിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും കൃതജ്ഞതയും ശ്രീ സുനിൽ ട്രൈസ്റ്റാറിനോടും അതുപോലെ അജു വാരിക്കാടിനോടും അതുപോലെ ആൻസിയോടും അറിയിക്കട്ടെ. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ഇതിൻ്റെ വ്യൂവേഴ്സിനും എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയർ, ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. Once again, congratulations to new Team Mag, and thank you for being part of Golden Hour show on Pravasi channel and eMalayali. Happy New Year to all the viewers. Thank you. Thank you. Golden Hour show on Pravasi channel brought to you by South Park Funeral Homes, Cemetery and Crematory. Personal consultation available by appointment. Call Sunil John Kora, the Community Relations Director, for an appointment at 18134099050. Plan for peace of mind. Make your choices now. South Park Funeral Home. Planning is determining the details of your funeral and cemetery services in advance. With a plan, you'll reduce stress and financial burden for your loved ones and simply let them honor and celebrate your life, knowing things are happening just as you wanted. Our complete services include cemetery burial spaces, funeral and memorial services, caskets and outer burial containers, memorials, headstones, opening and closing, safely home registered protection, personal consultation available by appointment. Call Sunil John Kora, the Community Relations Director, for an appointment at 18134099050. Email sunil.kora@nsmg.com, www.southparkfunerals.com.